ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ രാമേശ്വരം യാത്രയുടെ ഭാഗമായ ധനുഷ്കോടിയിലാണ് പോകുന്നത്. ധനുഷ്കോടി റോഡിലാണിപ്പോൾ ഉള്ളത്. അപ്പം ധനുഷ്കോടിയിലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും അവിടുത്തെ പ്രകൃതി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്തിടുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ മിസ്സാവില്ല. അപ്പോൾ ശരി, നമുക്ക് ധനുഷ്കോടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലാണ് ഈ ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. രാമനാഥപുരം ജില്ലയിലെ കിഴക്കേ അറ്റത്തുള്ള പാമ്പൻ ദ്വീപിൻ്റെ തെക്ക് കിഴക്കൻ എക്സ്ട്രീം എൻഡിലാണ് ഈ ധനുഷ്കോടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശ്രീലങ്കയിലെ തലയമന്നാറിന് പടിഞ്ഞാറ് വശം ഏകദേശം ഒരു 24 കിലോമീറ്റർ, അതല്ലെങ്കിൽ 15 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഈ ഇന്ത്യയിലും അല്ലെങ്കിൽ ഈ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയ്ക്കുള്ള ദൂരം. ഞാൻ മുൻപ് ആ പാമ്പൻ പാലത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു 1964 ചുഴലിക്കാറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പം ഇവിടെയും 1964 വരെ സാധാരണ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു തമിഴ്നാടൻ പട്ടണം പോലെ അല്ലെങ്കിൽ ഒരു ഗ്രാമം പോലെ വളരെ തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ 1964 രാമേശ്വരം ചുഴലിക്കാറ്റിന് ശേഷം ഈ ഏരിയ അല്ലെങ്കിൽ ഈ പട്ടണം അല്ലെങ്കിൽ ഈ വില്ലേജ് പൂർണ്ണമായിട്ടും നശിച്ചുപോയി. അതിനുശേഷം ഇപ്പം അവിടെ അങ്ങനെ ജനവാസം ഒന്നുമില്ല. ആൾക്കാർ പെർമനൻ്റായിട്ട് താമസിക്കുന്ന സ്ഥലമൊന്നുമില്ല. കുറച്ച് കച്ചവടക്കാരും മാത്രമാണ്, ഹോട്ടലും അങ്ങനെയുള്ള ബിസിനസ് നടത്തുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. പിന്നെ അവിടെ കാണാനെന്ന് പറഞ്ഞാൽ പണ്ട് നശിച്ചു പോയ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് പ്രധാനമായിട്ടും കാണാനുള്ളത്. പിന്നെ നമുക്ക് ആ ധനുഷ്കോടിയിലെ എൻഡിൽ പോയി നിന്ന് കടൽ ആസ്വദിക്കാം. അത് മറ്റൊരു വിനോദമാണ്. ഈ മുകുന്ദരായർ ചത്തിരം മുതൽ മുകുന്ദരായർ സ്ക്വയർ മുതൽ ധനുഷ്കോടി വരെ 5 കിലോമീറ്ററാണ് ദൂരം. പിന്നെ ധനുഷ്കോടിയിൽ നിന്ന് അരിച്ചാമുനെ വരെ, അതായത് എൻഡിൽ, നമ്മളെ ധനുഷ്കോടിയുടെ എൻഡ് പോയിന്റ് വരെ അടുത്തൊരു 4.5 കിലോമീറ്ററും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 9.5 കിലോമീറ്ററാണ് ഈ ഒരു ധനുഷ്കോടിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, ആ എൻഡ് പോയിന്റിലേക്ക് എത്താനുള്ള ലെങ്ത്. ആ ഒരു എത്രയും ദൂരം ഒരു ദേശീയപാതയുണ്ട്, നാഷണൽ ഹൈവേയും ഉണ്ട്. 2016 ഈ നാഷണൽ ഹൈവേ അവിടെ കടൽ തീരത്തു കൂടിയുള്ള, അത് ധനുഷ്കോടിയിൽ നിന്ന് കടൽ തീരത്തു കൂടിയുള്ള ഒരു നാഷണൽ ഹൈവേ അവിടെ കൺസ്ട്രക്ട് ചെയ്തത്. ആ ഒരു ദൂരം കാൽനടയായും പോവാം, ജീപ്പിലോ അങ്ങനെയൊക്കെ ആയിരുന്നു അതിന് മുമ്പിൽ ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിരുന്നത്. അങ്ങോട്ട് ഈ ഒരു ധനുഷ്കോടിയിലേക്ക് ഒരു മീറ്റർ ഗേജ് റെയിൽ ലൈനും ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ധനുഷ്കോടിക്ക് തൊട്ട് മുൻപിലുള്ള, അല്ല പാമ്പൻ പാലത്തിന് തൊട്ട് മുൻപിലുള്ള മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1964 ഈ ചുഴലിക്കാറ്റ്, ധനുഷ്കോടിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഈ പാമ്പൻ മുതൽ ധനുഷ്കോടി വരെയുള്ള മീറ്റർ ഗേജ് ബ്രാഞ്ച് എൻറ്റയർ ഫുള്ളായിട്ട് നശിച്ചുപോവുകയും അതിലൂടെ ഓടിയിരുന്ന ചെന്നൈ എഗ്മോറിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് ബോട്ട് മെയിൻ എക്സ്പ്രസ് ഓടിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അഫക്റ്റ് ചെയ്തു ആ 1964 ചുഴലിക്കാറ്റ്. 1964 ഒരു ചുഴലിക്കാറ്റിലാണ് ഈ പ്രദേശം ഒന്നാകെ തകർന്നു പോയത്. ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വേറെ ഒരു ശാസ്ത്രീയ പഠനം സൂചിപ്പിക്കുന്നത്, ഈ തീരപ്രദേശത്തിന് സമാന്തരമായി, അതായത് ഈ ധനുഷ്കോടി തീരപ്രദേശത്തിന് സമാന്തരമായി
ഭൂമിയുടെ ഒരു വെർട്ടിക്കൽ ടെക്ടോണിക് ചലനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. 1948-ലും 1949-ലും ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗം, അതായത് മാന്നാർ ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം ഏകദേശം 5 മീറ്റർ, അതായത് 16 അടിയോളം താഴ്ന്നിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി, ഇതിൻ്റെ കാരണം കൊണ്ട് വടക്ക് നിന്ന് തെക്ക് വരെ ഏകദേശം 7 കിലോമീറ്റർ 4.3 മൈൽ ദൂരം ഈ വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം 0.5 കിലോമീറ്റർ വീതിയിൽ ഈ ഭൂപ്രദേശം കടലിനടിയിൽ മുങ്ങിപ്പോയി സബ്മേർജ് ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട്, ചരിത്രപരമായി കണ്ടെത്തിയിട്ടുണ്ട്. 1964 വീശിയടിച്ച ഈ തിരമാല, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ കാറ്റ്, കൊടുങ്കാറ്റ് എന്ന് പറയാം, അത് 1964 ഡിസംബർ 17 തെക്കൻ ആൻഡമാൻ കടലിലാണ് ഫോം ചെയ്തത്. അതിനുശേഷം ഡിസംബർ 19 അത് ഒരു ചുഴലിക്കാറ്റായി വളരെ തീവ്രമായി ഫോം ചെയ്യുകയും ചെയ്തു. പിന്നെ ഡിസംബർ 21 അത് പടിഞ്ഞാറോട്ട് നീങ്ങി ഏകദേശം നമ്മുടെ ശ്രീലങ്ക ഡയറക്ഷനിൽ വന്നു. ആ കാറ്റിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ 250 മുതൽ 340 കിലോമീറ്റർ മൈൽ ദൂരം സഞ്ചരിച്ചാണ് ഇത് വന്നത്. അത് ഡിസംബർ 22 ശ്രീലങ്കയിലെ വാവുനിയ കടന്ന് 1964 ഡിസംബർ 22-23 അന്നത്തെ അർദ്ധരാത്രിയിൽ ധനുഷ്കോടിയിൽ എത്തിച്ചേർന്നു. ആ കാറ്റിൻ്റെ വേഗത 280 കിലോമീറ്റർ പെർ അവർ സ്പീഡിലായിരുന്നു കാറ്റ് സഞ്ചരിച്ചിരുന്നത്. ആ കാറ്റുണ്ടായ സമയത്ത് ഒബിയസ്ലി വേലിയേറ്റം ഉണ്ടാവുമല്ലോ, ഹൈറ്റായിരുന്നു പറയും. അത് ഏകദേശം 7 മീറ്റർ 23 അടി വരെ ഉയരത്തിൽ തിരമാലകൾ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം തന്നെ ആലോചിക്കാലോ, കടലിനോട് സമാന്തരമായി നിൽക്കുന്ന ഒരു ഭാഗത്ത് 7 മീറ്റർ ഹൈറ്റിൽ വെള്ളം വന്നു നിറഞ്ഞാൽ, അന്ന് ഇപ്പൊക്കെ നമുക്ക് വളരെ സുനാമി എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും പരിചിതമായ ഒരു സംഭവമാണ് സുനാമി. ആ ഒരു രീതിയിൽ 64 വരെ സംഭവിച്ചിട്ടുണ്ട് ധനുഷ്കോടിയിൽ. അതുകൊണ്ടാണ് ധനുഷ്കോടി ഇരിക്കുന്ന ആ പ്രദേശം ഫുള്ള്, ആ ഏരിയ ഫുള്ള് എൻറ്റയർ ബിൽഡിങ്, റെയിൽവേ സ്റ്റേഷനും ഒരു എൻറ്റയർ വില്ലേജ് അല്ലെങ്കിൽ ഒരു സിറ്റി എന്ന് പറയാം, അത് ഫുള്ള് കൊളാപ്സ് ആയി പോകാനുള്ള കാരണം ഇതാണ്. 7 മീറ്റർ ഹൈറ്റിലുള്ള തിരമാലകൾ വരെ വന്ന് അവിടെ ഏരിയ മൊത്തം നശിച്ചു പോയി. ഈ തിരമാലയുടെ അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ അതിനോട് കണക്ട് ചെയ്ത് പറയണം. അത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ 22 പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിലുണ്ടായിരുന്ന യാത്ര ചെയ്തായിരുന്ന ആ ട്രെയിൻ ശരിക്കും ഏകദേശം ഈ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചുഴലിക്കാറ്റ് സമയത്ത്. അതിലുണ്ടായിരുന്ന 115 യാത്രക്കാരും, അത് മാത്രമല്ലാതെ ഈ 115 യാത്രക്കാർ ഉൾപ്പെടെ ഏകദേശം 1800 പേർ ഈ ചുഴലിക്കാറ്റിൽ മരിച്ചതായാണ് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡിലുള്ളത്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം മദ്രാസ് സർക്കാർ ഈ ധനുഷ്കോടിയെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഒരു പ്രേത നഗരമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ഒന്നും ഇപ്പോൾ നടക്കില്ല. ഡബിൾ സിറ്റി എന്ന് പറയാം ആ ഒരു ഏരിയനെ ഇപ്പം അങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം ഏത് നിമിഷവും ഒരു ചെറിയ ഭൂചലനമോ അല്ലെങ്കിൽ ഒരു സുനാമി എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എൻറ്റയർ റീജിയൻ, ഐലൻഡ് വരെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ ധനുഷ്കോടി റീജിയനെ പ്രേതനഗരമെന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ധനുഷ്കോടിക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്ത് ആണെന്ന് നോക്കിയാൽ, ഇതിന് കിഴക്കുഭാഗത്ത് സമുദ്രവും, അതായത് ബംഗാൾ ഉൾക്കടലും, പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. അത് 2 സമുദ്രങ്ങളുടെ എൻഡ് പോയിൻ്റാണ് ഈ ധനുഷ്കോടി. അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുമ്പോൾ വെള്ളത്തിൻ്റെ കളറിന് തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നും. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ശാന്തമായ കടലും റൈറ്റ് സൈഡിൽ വൈൽഡ് ആയിട്ടുള്ള കടലുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കങ്ങനെ ഫീൽ ചെയ്യും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു പ്രധാന തുറമുഖമായിരുന്നു ഈ ധനുഷ്കോടി. ഇപ്പം മോസ്റ്റ് ഓഫ് ആൾക്കാർ അവിടെ
മത്സ്യബന്ധനം നടത്തി ഡെയിലി കഴിയുന്ന ആൾക്കാരാണ്. അല്ലാതെ വേറെ ഒരു വരുമാനവുമില്ല. പിന്നെ ടൂറിസ്റ്റുകൾ വരുമ്പോഴുള്ള കുറച്ച് വരുമാനം കിട്ടുന്നതല്ലാതെ വേറെ വരുമാന മാർഗങ്ങളൊന്നും ഈ ആൾക്കാർക്ക് ഇവിടെയുള്ളവർക്കില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ധനുഷ്കോടിയിൽ നിന്ന് തലൈ മന്നാറിലേക്ക്, അതായത് ശ്രീലങ്കയിലുള്ള തലൈ മന്നാറിലേക്ക് ബോട്ട് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും ശ്രീലങ്കയും അപ്പോൾ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. സോ അതുകൊണ്ട് ഒരു ബോട്ട് സർവീസും ഈ 15 കിലോമീറ്ററിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്. ഒരു കമ്പൈൻഡ് റെയിൽവേ ഫെറി സർവീസസ് എന്നായിരുന്നു അതിന് പേരിട്ടുണ്ടായിരുന്നത്. അതായത് റെയിൽവേയിലൂടെ, ട്രെയിനിലൂടെ ഈ ധനുഷ്കോടി വരെ വരിക, അതിനുശേഷം ബൈ ബോട്ട് ഇതിൽ നമ്മൾ തലൈമന്നാറിലേക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റീസ് അന്ന് നിലനിന്നിരുന്നു. അതിൽ 2 ബോട്ട് ആയിരുന്നു അന്ന് മുതൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നത് ഈ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ധനുഷ്കോടി ആൻഡ് ശ്രീലങ്ക. അപ്പം അത് ഇർവിൻ ആൻഡ് ഗോഷൻ എന്നീ 2 ചെറിയ പാസഞ്ചർ ഫെറി ബോട്ടുകളാണ് അക്കാലത്ത് മദ്രാസിൽ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും ധനുഷ്കോടിയിൽ എത്തുന്ന യാത്രക്കാരെ കൊണ്ട് തലൈമന്നാറിലേക്ക് പോകാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2016 വരെ ധനുഷ്കോടിയിലെത്തണമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഹൈവേ ഫെസിലിറ്റീസ് ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നടന്നു പോവുക, അല്ലെങ്കിൽ ഈ ജീപ്പ് സർവീസ് നിറയെ ഉണ്ടായിരുന്നു 2016 വരെ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഈ ധനുഷ്കോടിയിലെത്താൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2016 ഒരു റോഡിൻ്റെ നിർമ്മാണം സെൻട്രൽ ഗവൺമെൻറ് ആരംഭിച്ചു. അത് 2017 ജൂലൈ 27 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആ പാതയെ നാഷണൽ ഹൈവേ 87 അല്ലെങ്കിൽ NH87 എന്നാണ് പറയപ്പെടുന്നത്. ഈ ധനുഷ്കോടിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. നമ്മളെല്ലാവരും കേട്ട് പരിചയപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളും നിറയുണ്ട്. ഈ ധനുഷ്കോടി എന്ന ഒരു പേര് വരാൻ തന്നെ കാരണം ഈ ധനുഷിൻ്റെ അല്ലെങ്കിൽ അമ്പിൻ്റെ അറ്റം, ധനുഷ് കോടി ഓർ എഡ്ജ് എന്നുള്ള രീതിയിലാണ് ധനുഷ്കോടി എന്ന പേര് വന്നതെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. രാമൻ സേതുബന്ധനം, ആ സേതു പാലം നിർമ്മിച്ചത് ഇവിടെയാണെന്ന് രാമായണത്തിലും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച് ഹിന്ദു പുരാണത്തിൽ ഓർ ഇതിഹാസ ഗ്രന്ഥങ്ങളിലും അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുസ് കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റത്തായിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം. യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷപ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുസ് കൊണ്ട് അറുത്ത് കളഞ്ഞു, അല്ലെ മുറിച്ചു കളഞ്ഞു എന്നും പറയപ്പെടുന്നു. കാരണം ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യവും ഈ ധനുഷ്കോടിക്ക് ഉണ്ട്. പൗരാണിക കാലത്ത് മഹോദധി എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെടുന്ന ഹിന്ദു മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനം അല്ലെങ്കിൽ സേതു സ്നാനം രാമേശ്വര തീർത്ഥാടനത്തിൻ്റെ മുന്നോടിയാണ്. ശ്രീരാമൻ നിർമ്മിച്ച സേതു അല്ലെങ്കിൽ രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന ഒരു പാറക്കെട്ടും ഈ ധനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഭാരതത്തിലെ ഹിന്ദു വിശ്വാസപ്രകാരം കാശി തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ ഈ രാമേശ്വരം ക്ഷേത്രവും സേതു സ്നാനവും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. സംസ്കൃതത്തിൽ സേതു എന്ന വാക്ക് പാത അല്ലെങ്കിൽ പാലം, മാർഗം മുതലായവയെ സൂചിപ്പിക്കുന്നു. ആധുനിക കാലത്ത് പറയുകയാണെങ്കിൽ സേതു എന്ന വാക്ക് കൂടുതലായും ആൾക്കാർ
മനസ്സിലാക്കുന്നത് ലങ്കയിലെത്താൻ ശ്രീരാമൻ നിർമ്മിച്ച പാലം എന്ന് ഇതിനെ ആധുനിക കാലത്ത് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി വരുന്നു. ധനുഷ്കോടി സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലമാണ്. അപ്പോഴാണ് കൂടുതൽ ആൾക്കാർ അവിടെ വന്നു ചേരുകയും ഈ പ്രകൃതി ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ സമയവും അതാണ്. നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ലോക്കലായിട്ട് അവൈലബിളായ ശംഖ്, ചിപ്പികൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ച് ധാരാളം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നു. അത് അവിടെ നിറയെ ഷോപ്പുകൾ, നമ്മളിപ്പോൾ ധനുഷ്കോടിയിൽ എത്തുമ്പോൾ തന്നെ നിറയെ ഷോപ്പുകൾ കാണാം. വേണ്ട നമുക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അതിലൊക്കെ ലോക്കലായിട്ട് നിർമ്മിച്ചവയാണ്. ഇപ്പോൾ കാണുന്ന ഈ ചിത്രങ്ങൾ പണ്ടത്തെ ധനുഷ്കോടിയുടെ റൂയിൻഡ് ഭാഗങ്ങൾ അല്ലെങ്കിൽ നശിച്ചു പോയ ബിൽഡിങ്ങുകളുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ കാണുന്നത് ഒരു ചർച്ചാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള പള്ളിയുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ മുൻവശമാണ് അത് കാണുന്നത്. നേരത്തെ ഞാൻ കാണിച്ചത് ബാക്ക് സൈഡായിരുന്നു. ഇത് അവിടെ എന്താ പറയുക, ആധുനിക കാലത്തെ ഒരു പട്ടണം എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലുള്ള പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാം. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എൻഡ് പോയിൻ്റാണ്. ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡ് പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് റെയിൽ ട്രാക്കുകൾ കാണാം. ഇപ്പോഴും റൂയിൻഡ് ആയിട്ടുള്ള നശിച്ചു പോയിട്ടുള്ള റെയിൽവേ ട്രാക്കുകൾ കാണാം. പിന്നെ സ്കൂള് കാണാം, അംഗൻവാടികൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ചർച്ച്, ഒരമ്പലത്തിൻ്റെ അവശിഷ്ടം, അങ്ങനെ പല തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, നശിച്ചു പോയ ബിൽഡിങ്ങുകളുടെ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദ ലോസ്റ്റ് വില്ലേജ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പ്രേതബാധയുടെ വില്ലേജ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം അത് അന്വർത്ഥമാണ്. കാരണം ഗവൺമെൻറ് തന്നെ, സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇവിടെ വാസയോഗ്യമല്ലാത്ത വില്ലേജ് എന്ന് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാരണം രണ്ട് സൈഡിലും വെള്ളമാണല്ലോ. കാരണം ഏത് സമയത്തും ഒരു സുനാമി വന്നാൽ എൻറ്റയർ വില്ലേജ് ധനുഷ്കോടി മൊത്തവും സബ്മേർജായി പോകുന്ന തരത്തിലാണ് അവിടുത്തെ ഭൂപ്രകൃതി ഉള്ളത്. അതുകൊണ്ട് അവിടെ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ആരും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പാടില്ല. ഈ ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ പ്രേതനഗരം അതിൻ്റെ പഴയകാല പ്രതോപത്തോടെ ഇപ്പോഴും ഉയർത്തി നിൽക്കുന്നു. പഴയകാല പ്രതാപത്തിൻ്റെ സ്മാരകശിലകളും ശവപ്പറമ്പായി മാറിയിരിക്കുന്ന ധനുഷ്കോടിയുടെ ഈ ഭാഗത്താണിപ്പോൾ നമ്മൾ ഉള്ളത്. പണ്ടുകാലത്തെ ആ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും പഴയ പ്രതാപത്തിൻ്റെ തലയെടുപ്പോടെ നിൽക്കുന്നു. വേറെ ഒരു പ്രത്യേകത ഈ ധനുഷ്കോടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1964 ഈ ട്രാജഡിക്ക് ശേഷം 2004 സുനാമി ഈ പ്രദേശത്തെ അല്ലെ പട്ടണത്തെ ഒരു രീതിയിലും ബാധിച്ചില്ല എന്നുള്ളതാണ്. സുനാമി സമയത്ത് കടൽ കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ തിരമാലകളൊന്നും ആഞ്ഞടിച്ച് അവിടുത്തെ ജീവജാലങ്ങൾക്കോ ആളുകൾക്കോ ഒരു നാശനഷ്ടവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. കോയമ്പത്തൂരിൽ നിന്ന് 399 കിലോമീറ്റർ വരുന്നുണ്ട് ഈ ധനുഷ്കോടിയിൽ എത്തിച്ചേരാൻ. രാമേശ്വരം അല്ല, ധനുഷ്കോടിയാണ് എൻഡ് പോയിന്റിൽ എത്തിച്ചേരാൻ 399 കിലോമീറ്റർ ദൂരമുണ്ട് ബൈ റോഡ്. അപ്പോൾ ധനുഷ്കോടിയെക്കുറിച്ച് കൂടാതെ ദ ഗോസ്റ്റ് ടൗൺ പ്രേതനഗരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി ഇമ്മീഡിയറ്റ്ലി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.